ഹായ്, ഐ ആം ഷമീർ. വെൽക്കം ബാക്ക്. സാധാരണയായി എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ വായിക്കുമ്പോൾ തലക്കെട്ടുകൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോ. ഇന്ന് 10 തലക്കെട്ടുകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 6-ാം തീയതിയിലെ ഒരു ഹിന്ദു ന്യൂസ് പേപ്പറാണ്. CJP വിൽ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്നാൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. CJP വിൽ ഫംഗ്ഷൻ. CJP പ്രവർത്തിക്കും. കോക്രോച്ച് ജനതാ പാർട്ടി അതിന്റെ ചുരുക്കരൂപമാണ് CJP. CJP വിൽ ഫംഗ്ഷൻ. CJP പ്രവർത്തിക്കും. ആസ് എ പ്രഷർ ഗ്രൂപ്പ്, ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട്. അതാണ് ആസ് എ പ്രഷർ ഗ്രൂപ്പ്, ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഗ്രൂപ്പായിട്ട്. ദീപ്കയാണ് പറയുന്നത്. CJPയുടെ നേതാവായിട്ടുള്ള ദീപ്കെ പറയുകയാണ്. CJP പ്രവർത്തിക്കും. CJP വിൽ ഫംഗ്ഷൻ. CJP പ്രവർത്തിക്കും ആസ് എ പ്രഷർ ഗ്രൂപ്പ്, ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് CJP പ്രവർത്തിക്കും. ഇതാണ് ആദ്യത്തെ വാർത്ത. പ്രഷർ എന്ന സമ്മർദ്ദം ചെലുത്തുക, ഫംഗ്ഷൻ പ്രവർത്തിക്കുക. രണ്ടാമത്തെ വാർത്ത റിജിജു മീറ്റ്സ്. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതുക. അതുകൊണ്ടാണ് ഇത് റിജിജു മീറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വായിക്കണം: റിജിജു മെറ്റ്. റിജിജു കണ്ടുമുട്ടി. രാഹുൽ എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധിയാണ്. റിജിജു രാഹുൽ ഗാന്ധിയെ കണ്ടുമുട്ടി. ഇൻബിഡ്. ബിഡ് എന്നാൽ ശ്രമം എന്നുള്ള അർത്ഥമാണ്. ഇൻബിഡ് ഒരു ശ്രമമായിട്ട്. ടു എൻഡ് അവസാനിപ്പിക്കാൻ വേണ്ടി. പാർലമെന്റ് ലോക്ജാം. ലോക്ജാം എന്നാൽ അർത്ഥം സ്തംഭനാവസ്ഥ എന്നർത്ഥം. സ്തംഭനം. പാർലമെന്റിന്റെ സ്തംഭനം. അതാണ് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുന്ന പ്രവർത്തനം. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് റിജിജു രാഹുൽ ഗാന്ധിയെ കണ്ടുമുട്ടി. അതിന്റെ ശ്രമമായിട്ട്. ബിഡ് ടു എൻഡ് അവസാനിപ്പിക്കാനുള്ള ശ്രമം. അതിന്റെ ഭാഗമായി റിജിജു രാഹുൽ ഗാന്ധിയെ കണ്ടുമുട്ടി. റിജിജു മീറ്റ്സ് രാഹുൽ ഇൻ ബിഡ് ടു എൻഡ് പാർലമെന്റ് ലോക്ജാം. മുത്തങ്ങ ലാൻഡ് സ്റ്റർ. ലാൻഡ് എന്നാൽ ഭൂമി, സ്റ്റർ എന്നാൽ ഇവിടെ സമരം അല്ലെങ്കിൽ വഴക്ക് ഇതൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ഇതൊക്കെയാണ് അർത്ഥം. മുത്തങ്ങ ലാൻഡ് സ്റ്റർ. മുത്തങ്ങയിലെ ഭൂസമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് മുത്തങ്ങ ലാൻഡ് സ്റ്റർ. കോർട്ട് വേർഡിക്റ്റ്. വേർഡിക്റ്റ് എന്നാൽ വിധി, കോടതിയുടെ വിധി. കോർട്ട് എന്നാൽ കോടതി. കോർട്ട് വേർഡിക്റ്റ് കോടതിയുടെ വിധി. റീഓപ്പൺ എന്നാൽ അർത്ഥം പുനരാരംഭിക്കുക, വീണ്ടും തുറക്കുക ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. കോടതിയുടെ വിധി റീഓപ്പൺസ്. ഓർമ്മപ്പെടുത്തുന്നു. ഓൾഡ് വോൺസ്. വോൺസ് എന്നാൽ മുറിവുകൾ എന്നുള്ള അർത്ഥം. ഓൾഡ് എന്നാൽ പഴയ. ഇവിടെ അർത്ഥം ഓൾഡ് വോൺസ് എന്നതിന് പഴയ പ്രതിസന്ധികളെ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അന്നത്തെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് അർത്ഥം. മുത്തങ്ങയുടെ ഭൂസമരവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ആ വിധി വന്നപ്പോൾ പഴയ ഓർമ്മകളെ അത് ഓർമ്മിപ്പിക്കുന്നു. പഴയ വേദനാജനകമായിട്ടുള്ള ഓർമ്മകളെ അത് വെടിക്കുന്ന വിധി. കോടതി വിധി. RBI panel keeps repo rate steady at 5.25%. RBI പാനൽ റിപ്പോ നിരക്ക് 5.25% മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചു. ജോൺ അപ്പോളജൈസസ്. അപ്പോളജൈസ് എന്നാൽ മാപ്പ് ചോദിക്കുക, ക്ഷമാപണം നടത്തുക ഇതൊക്കെയാണ് അർത്ഥം. ജോൺ അപ്പോളജൈസസ്. ജോൺ മാപ്പ് ചോദിക്കുന്നു. ഇവിടെ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇങ്ങനെ വായിക്കണം: ജോൺ അപ്പോളജൈസ്. ജോണ് മാപ്പ് ചോദിച്ചു. ജോൺ ആരാണ്? ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഗതാഗത മന്ത്രി. ജോണ് അപ്പോളജൈസസ് മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിച്ചു. ഫോർ റിമാർക്ക് പ്രസ്താവനകൾക്ക്, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്ക്. ഓൺ ഫ്രീ ട്രാവൽ പ്ലാൻ സൗജന്യ യാത്രാ പദ്ധതി. എന്താണ് ഫ്രീ ട്രാവൽ പ്ലാൻ? സൗജന്യ യാത്രാ പദ്ധതിയെ കുറിച്ചുള്ള പരാമർശത്തിൽ ജോൺ മാപ്പ് പറഞ്ഞു എന്നാണ് അർത്ഥം. ജോൺ അപ്പോളജൈസസ് ഫോർ റിമാർക്ക് ഓൺ ഫ്രീ ട്രാവൽ പ്ലാൻ. ആറാമത്തെ ഹെഡിങ് ഹസീന സെയ്സ്. ഷെയ്ഖ് ഹസീന പറയുന്നു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഹസീന സെയ്സ് പറയുന്നു.
സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അതുകൊണ്ടാണ് സെയ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ഹസീന പറഞ്ഞു എന്ന് വായിക്കണം. അപ്പോൾ ഇങ്ങനെ വായിക്കണം: ഹസീന സെഡ്. ഹസീന പറഞ്ഞു. ഫിയർ ഭയം. വിൽ നോട്ട് ഡിസൈഡ്. ഡിസൈഡ് എന്നാൽ അർത്ഥം തീരുമാനിക്കുക, സ്വാധീനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ സ്വാധീനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിൽ നോട്ട് ഡിസൈഡ്, അത് സ്വാധീനിക്കുകയില്ല, അതൊരു കാരണമാകുകയില്ല. ഹെർ ഡ്യൂട്ടി, ഹസീനയുടെ കടമ. ഹെർ ഡ്യൂട്ടി ടു പീപ്പിൾ, ജനങ്ങളോടുള്ള. ടു പീപ്പിൾ എന്നാൽ ജനങ്ങളോടുള്ള. ഭയം, തൻ്റെ ജനങ്ങളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കില്ലെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഭയമോ അല്ലെങ്കിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളോ കാരണം ജനങ്ങളോടുള്ള തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഹസീന പറഞ്ഞു. ഏഴാമത്തെ തലക്കെട്ട് ഹാവിംഗ് മെജോറിറ്റി. മെജോറിറ്റി എന്ന ഭൂരിപക്ഷം. ഹാവിംഗ് മെജോറിറ്റി, നോ റീസൺ ഫോർ ലോ മേക്കേഴ്സ് ടു ഡിഫൈ പാർട്ടി. സുപ്രീം കോടതി. ഹാവിംഗ് മെജോറിറ്റി. ഹാവിംഗ് എന്നാൽ ഉണ്ടായിരിക്കൽ, മെജോറിറ്റി എന്നാൽ ഭൂരിപക്ഷം. ഹാവിംഗ് മെജോറിറ്റി, ഭൂരിപക്ഷം ഉണ്ടായിരിക്കൽ. ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളത് നോ റീസൺ ഫോർ, അതൊരു കാരണമല്ല. റീസൺ ഫോർ എന്നാൽ അതിന് കാരണമല്ല. എന്തിന് കാരണമല്ല? ഫോർ ലോ മേക്കേഴ്സ്. ലോ മേക്കേഴ്സ് എന്നാൽ ഇവിടെ അർത്ഥം നിയമനിർമ്മാതാക്കൾ, അതായത് MLA-മാർ, MP-മാർ, ഇതൊക്കെയാണ്. ഭൂരിപക്ഷം അവർക്കുണ്ടായിരിക്കൽ എന്തിന് കാരണമല്ല? ടു ഡിഫൈ. ഡിഫൈ എന്നാൽ അർത്ഥം ധിക്കരിക്കുക എന്നുള്ള അർത്ഥമാണ്. അനുസരിക്കാതിരിക്കുക. ആരെ അനുസരിക്കാതിരിക്കുക? പാർട്ടി, പാർട്ടിയെ. ആരാണ് പറയുന്നത്? സുപ്രീം കോടതി. ഭൂരിപക്ഷം ഉണ്ടെന്നത് നിയമനിർമ്മാതാക്കൾക്ക്, MLA-മാർക്ക് അല്ലെങ്കിൽ MP-മാർക്ക്, അവർക്ക് പാർട്ടിയെ ധിക്കരിക്കാനുള്ളൊരു കാരണമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതിയിട്ട് പാർട്ടിയുടെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അത് അതിനുള്ള കാരണമല്ല. ഭൂരിപക്ഷ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് കരുതി പാർട്ടി തീരുമാനങ്ങളെ ധിക്കരിക്കാനോ അനുസരിക്കാതിരിക്കാനോ അവർക്ക് സാധിക്കില്ലെന്ന്, MLA-മാർക്കും MP-മാർക്കും സാധിക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അടുത്തത് ആഫ്റ്റർ 64 ഇയേഴ്സ്, 64 വർഷങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ എന്നാൽ ശേഷം. ആഫ്റ്റർ 64 ഇയേഴ്സ്, 64 വർഷങ്ങൾക്ക് ശേഷം ഫൈനലി, ഉഷക്ക് അവസാനം ലഭിച്ചു. ഉഷ ഫൈനലി, ഫൈനലി എന്നാൽ അവസാനം, ഒടുവിൽ. ഉഷ ഫൈനലി, ഉഷക്ക് ഒടുവിൽ. എക്സിസ്റ്റ് ഇൻ റെക്കോർഡ്സ്. എക്സിസ്റ്റ് ഇൻ റെക്കോർഡ്സ് എന്നാൽ അർത്ഥം രേഖകളിൽ ഇടം നേടുക എന്ന അർത്ഥമാണ്. എക്സിസ്റ്റ് ഇൻ റെക്കോർഡ്സ്, രേഖകളിൽ ഇടം നേടുക. 64 വർഷങ്ങൾക്ക് ശേഷം ഉഷ ഔദ്യോഗിക രേഖകളിൽ ഇടം നേടി. ഔദ്യോഗിക രേഖകളിൽ 64 വർഷങ്ങൾക്ക് ശേഷം ഉഷ ഒടുവിൽ ഇടം നേടി എന്നാണ് അർത്ഥം. ആഫ്റ്റർ 64 ഇയേഴ്സ് ഉഷ ഫൈനലി എക്സിസ്റ്റ് ഇൻ റെക്കോർഡ്സ്. അടുത്ത വാർത്ത റെസ്ക്യൂ ഹോപ്സ് അഡ്രിഫ്റ്റ് ആസ് മറൈൻ ആംബുലൻസ് റിമെയിൻസ് ഔട്ട് ഓഫ് സർവീസ് ഇൻ കോഴിക്കോട്. അഡ്രിഫ്റ്റ് എന്നാൽ അർത്ഥം ഹോപ്സ്. അഡ്രിഫ്റ്റ് എന്നാൽ പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത എന്നതാണ്. ഹോപ്സ് അഡ്രിഫ്റ്റ്, പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത, അതാണ് അർത്ഥം. ഹോപ്സ് അഡ്രിഫ്റ്റ്, പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത അവസ്ഥ. പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത അവസ്ഥ. ഹോപ്സ് എന്നാൽ പ്രതീക്ഷകൾ. ഹോപ്സ് അഡ്രിഫ്റ്റ്, പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത അവസ്ഥ. റെസ്ക്യൂ ഹോപ്സ് അഡ്രിഫ്റ്റ് ആസ് മറൈൻ ആംബുലൻസ്. ആസ് എന്നാൽ ആയതുകൊണ്ട്, അക്കാരണത്താൽ. ആംബുലൻസ് റിമെയിൻസ് ഔട്ട് ഓഫ് സർവീസ്. ഔട്ട് ഓഫ് സർവീസ് എന്നാൽ സേവന ലഭ്യമല്ലാത്ത എന്നുള്ള അർത്ഥം. ഔട്ട് ഓഫ് സർവീസ്, സേവന ലഭ്യമല്ലാത്ത. റിമെയിൻ എന്നാൽ തുടരുക. റെസ്ക്യൂ ഹോപ്സ് അഡ്രിഫ്റ്റ് ആസ് മറൈൻ ആംബുലൻസ് റിമെയിൻസ് ഔട്ട് ഓഫ് സർവീസ് ഇൻ കോഴിക്കോട്. കോഴിക്കോട് മറൈൻ ആംബുലൻസ് പ്രവർത്തനരഹിതമായി തുടരുന്നതിനിടെ രക്ഷാപ്രവർത്തന പ്രതീക്ഷകൾ അനിശ്ചിതത്വത്തിൽ. കോഴിക്കോട് മറൈൻ ആംബുലൻസ് പ്രവർത്തനരഹിതമായി തുടരുന്നതിനിടെ രക്ഷാപ്രവർത്തന പ്രതീക്ഷകൾ അനിശ്ചിതത്വത്തിൽ. റെസ്ക്യൂ ഹോപ്സ് അഡ്രിഫ്റ്റ് ആസ് മറൈൻ ആംബുലൻസ് റിമെയിൻസ് ഔട്ട് ഓഫ് സർവീസ് ഇൻ കോഴിക്കോട്.